ഹായ് ഫ്രണ്ട്സ്, ഷിബി ടെക് ടിപ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. വളരെ കൃത്യമായി വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. നമുക്കറിയാമല്ലോ, യൂട്യൂബിൽ കോടിക്കണക്കിന് വീഡിയോകളാണ് ഇൻസ്റ്റാഗ്രാം ട്രിക്സിനെയും അതുപോലെ തന്നെ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള ട്രിക്സിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഡെയിലി ലക്ഷങ്ങളോളം അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൽ പലതും വർക്കാവുന്നുണ്ട്, പലതും വർക്കാവുന്നില്ല. എന്നാൽ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രിക്കിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എന്തായാലും വർക്കായി തോന്നും. കാരണം എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തത് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത് പങ്കുവെക്കാമെന്ന് തോന്നിയത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പങ്കുവെക്കാമെന്ന് തോന്നിയത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സാധാരണയായിട്ട് നാം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാറ് സെലിബ്രിറ്റീസിനൊക്കെ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്കിടയിൽ കൂടുതലും നാം കാണാറുള്ളത്. അങ്ങോട്ട് സെലിബ്രിറ്റീസിനൊക്കെ ഫോളോ ചെയ്യും, അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് ഫോളോവേഴ്സ് കിട്ടും. അങ്ങനെയല്ലാതെ വേറെ ട്രിക്കാണ് ഇത് പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ട്രിക്കിലേക്ക് കടക്കാം. അതിനായിട്ട് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെലിബ്രിറ്റീൻ്റെ നെയിം സെർച്ച് ചെയ്യുക. ഉദാഹരണത്തിന് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയായ നമ്മുടെ ക്രിസ്ത്യാനോ ആണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് ഉദാഹരണത്തിനായിട്ട്. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ എടുക്കുകയാണ്. ശേഷം നിങ്ങൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ട് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് അൺഫോളോ ചെയ്യുക. ഇങ്ങനെ തുടർച്ചയായിട്ട് ഫോളോ അൺഫോളോ എന്ന് പറഞ്ഞ് ചെയ്യുക. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫോളോ അൺഫോളോ ഇങ്ങനെ തുടർച്ചയായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിവിടെ ലൈവായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ കൃത്യമായി നോക്കുക. പുതിയൊരു ഫോളോവർ കൂടി. ഇങ്ങനെ ദിവസവും നിങ്ങൾക്ക് ഒരു 50 പ്രാവശ്യമെങ്കിലും ആക്കാം. രാവിലെ ഒരു 50 പ്രാവശ്യം, രാത്രി ഒരു 50 പ്രാവശ്യം, അങ്ങനെ ഒരു ഇതിൽ വെച്ചാൽ മതി. അപ്പോൾ ഓവർ പരിധി വിട്ട് നിങ്ങൾ ചെയ്യരുത്. ചിലപ്പോൾ അക്കൗണ്ട് ബാനാവുകയൊക്കെ ചെയ്താലോ എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ചിലപ്പോൾ ആക്ഷൻ ബ്ലോക്കൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ കുറച്ച് ഒരു 50 എന്ന് കണക്ക് വെക്കുക, 50 പ്രാവശ്യം എന്നുള്ള, പിന്നെ രാത്രി ഒരു 50 പ്രാവശ്യം എന്നുള്ള ഒരു കണക്ക് വെക്കുക. എന്നിട്ട് ഫോളോ അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടും ലൈവായിട്ട് തന്നെ. ചില സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഏതായാലും ഒന്ന് ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുക. പെട്ടെന്നൊന്നും അങ്ങനെ കിട്ടുമെന്ന് തോന്നുന്നേ വേണ്ട. ചില സമയത്ത് പെട്ടെന്ന് ഭാഗ്യമുള്ളവർക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ ഓരോ ഇതനുസരിച്ചാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫോളോ അൺഫോളോ ചെയ്ത് തുടർച്ചയായി ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ട്രിക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല, ഒരുപാട് വലിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ഒരു ചുരുങ്ങിയ സമയത്തോണ്ട് തന്നെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്ത് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ട്രിക്ക് പറയുന്നത്. ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും 100% നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് സക്സസ് ആവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.